ഹായ് ഓൾ. അപ്പം നമ്മുടെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ട്രോങ് ബൈയിങ് തന്നെ നടന്നത് അല്ലേ. സ്ട്രോങ് ബൈയിങ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ബൈയിങ് തന്നെയാണ്. ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു റേഞ്ച്, ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബൈയിങ് സോൺ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, കറക്റ്റായിട്ട് ആ ഒരു ഇത് വന്നു. പക്ഷേ ഞാൻ ഈ ബാങ്ക് നിഫ്റ്റി അല്ല ആക്ച്വലി ഞാൻ ഇന്ന് എൻട്രി എടുത്തത്. ഓക്കെ, ഞാൻ ഇന്ന് എൻട്രി എടുത്തത് ആക്ച്വലി നിഫ്റ്റി എന്നാണ് ഞാൻ എൻട്രി കാര്യങ്ങൾ എടുത്തത്. ഓക്കെ, നിഫ്റ്റി എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ ഒരു കൺസോൾട്ടേഷൻ കഴിയുമില്ല. ആ ഒരു കൺസോൾട്ടേഷൻ അവിടെ നിന്ന് നമുക്കൊരു എന്താണ്, ഒരു അക്യൂമുലേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നടന്ന ആ ഒരു ഏരിയയിൽ ആക്ച്വലി അത് പിന്നെയും ആ ഒരു മാർക്കറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആ ഒരു ബിഹേവിയർ പിന്നെയും കാണാനായിട്ട് ഹൈ പ്രോബിലിറ്റിയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ്, ഞാൻ എൻട്രി എടുത്തേക്കുന്നത് നമ്മൾ പറഞ്ഞേക്കുന്ന പോലത്തെ ആ ഒരു ഡേലോ സ്വീപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ നല്ല എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചെറിയ ടാർഗറ്റും കാര്യങ്ങളും വെച്ച് നല്ലപോലെ നമുക്ക് ആ ഒരു ട്രേഡിൽ റൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് നാളത്തേക്കുള്ള മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ലെവൽസ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നാളെ എന്താണ്, നാളെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അല്ലേ. ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിലൊരു ബൈയിങ് നടന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ലോങ് സൈഡിലോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അങ്ങനെ ലോങ് സൈഡിലോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇന്ന് ഒരു നല്ലൊരു സപ്പോർട്ട് സോണിൽ നിന്നാണ് എന്താണ് മാർക്കറ്റിൽ ഒരു ബൈയിങ് നടന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, പ്രീവിയസ് ഡേയിലെ ഹൈ എല്ലാം കട്ട് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു സ്ട്രോങ് ബൈയിങ് മാർക്കറ്റിൽ നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം മാർക്കറ്റിൽ ഞാനിപ്പം ചെയ്തേക്കുന്നത് എന്താണ്, മാർക്കറ്റിൽ ഇന്നത്തെ ഡേ ലോ ആയ 24,753 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൈയിങ് സോണാണ് അല്ലേ. ബൈയിങ് സോൺ തന്നെയാണ്. പിന്നെന്താണ്, മാർക്കറ്റിൽ ഇന്നത്തെ ഒരു ഡേ ഹൈ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടർ ട്രേഡ് പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി എന്താണ്, നമുക്ക് 30 മിനിറ്റ്സ്. അപ്പം ഇന്നത്തെ ആ ഒരു ഇനി കമ്മിങ് ഡേയ്സിലുള്ള ഒരു ലിക്വിഡിറ്റി ലെവലാണ് ഞാനിപ്പം ഈ ലെവലോട്ട് പറയാം. 24,522 എന്ന് പറയുന്ന ഒരു ബൈയിങ് സോണാണ്. പിന്നെ എത്രയാണ്, 24,654, 24,753 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എബോവ് വരുന്നത് എത്രയാണ്, ഒരു റെസിസ്റ്റൻസ് സോൺ ഏതൊക്കെയാണ്, 25,168, 25,275 ആ ഒരു ഏരിയയൊക്കെയാണ്. ഓക്കെ, നമുക്കിനി മാർക്കറ്റിൽ ഒരു 1 hour ടൈം ഫ്രെയിമിലോട്ട് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, കാര്യമായിട്ട് തന്നെ ഇന്ന് നല്ലൊരു ബൈയിങ് കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈയിങ്, അതായത് സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ്, അതായത് ഒരു ഓവർനൈറ്റ് പൊസിഷൻസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് 25,172 എബോവ് മാർക്കറ്റ് പോയാൽ ഞാനൊരു സ്ട്രോങ് ബൈയിങ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുവരെ നമുക്ക് എന്തായാലും ഒരു എന്താണ്, ഒരു ഇൻട്രാഡേ ട്രേഡിങ് പോലെ നമുക്ക് എന്താണ്, ഒരു കാര്യങ്ങളിൽ ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് പർപ്പസ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ്, നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ ആ ഹൈ വരച്ചില്ലേ, ഇന്നത്തെ ഡേ ഹൈയിൽ നമുക്ക് എന്താണ്, ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിൽ എന്താണ്, പ്രീവിയസ് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ വരച്ച് കാണിക്കാം. ഓക്കെ, അതായത് 24,960 എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവലാണ്. ഓക്കെ, ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവൽ. അപ്പോൾ ഇത് മാർക്കറ്റിൽ നാളെ ഇവിടെ നിന്ന് ചെറിയൊരു റിജക്ഷൻ കാര്യങ്ങൾ പോസിബിൾ ആണ്. ഓക്കെ, കാരണം സ്ട്രോങ് ബൈ ഇവിടെ ഈ ഒരു ഏരിയയിൽ സ്ട്രോങ് ബയ്യേഴ്സ് ആണോ അല്ലെങ്കിൽ എന്താണ് സെല്ലേഴ്സ് ആണോ ആക്റ്റീവ് എന്ന് നമുക്ക് നാളത്തെ ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു ലെവലിൽ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ലെവൽസ് കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഇനി 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലോട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്കിന് എന്താണ്, മാർക്കറ്റിൽ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ആ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി കാര്യങ്ങൾ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ വന്നിട്ടുള്ളൂ അല്ലേ. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലൊന്നും ഇൻറ്റേർണൽ ലിക്വിഡിറ്റി കാര്യങ്ങളിൽ മാർക്കറ്റിൽ ഇല്ല. ഓക്കെ, അപ്പം നമുക്കിനിയും ഇത് നിഫ്റ്റിയുടെയാണ്. നിഫ്റ്റി ഇപ്പം ഈ ഒരു ചാർട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിലെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളപ്പം കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയും നമ്മുടെ എന്താണ്, ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ എന്താണ്, ഇപ്പോഴും ഒരു സ്ട്രോങ് ബൈയിങ് തന്നെയാണ് അല്ലേ. ഈ ഒരു സ്ട്രോങ് ബൈയിങ് തന്നെയാണ്. ഇനി നമുക്ക് എന്താണ്, ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു ലെവൽ. അപ്പോൾ ഇനി ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റി ലെവൽ ഇത് വരും. എത്രയാണ്, 50,369 എന്ന് പറയുന്ന ഒരു ലെവലിൽ മാർക്കറ്റ് വരും. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇന്നലത്തെ ഒരു ഡേ ഹൈ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് നിന്ന് ഒരു മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡിലോട്ട് റിജക്ഷനും കാര്യങ്ങളും ഹൈ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പ്രോബിലിറ്റി ഉണ്ട്. അടുത്ത ബാങ്ക് നിഫ്റ്റിയിൽ അടുത്ത ഒരു ഇൻറ്റേർണൽ, അതായത് ബൈയിങ് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. ഓക്കെ, ഈ രണ്ട് ലെവലാണ് എന്താണ്, ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവൽസ്. ഞാനൊന്ന് പറയാം ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 51,373 ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവൽ. പിന്നെ എത്രയാണ്, 55,58 എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവലാണ്.
പിന്നെന്താണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ അല്ല, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ലെവലാണ്. ഓക്കെ, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ലെവലാണ്. ഓക്കെ, ഈ ഒരു ഏരിയ ഒക്കെ സ്വീപ്പ് ചെയ്യുവാണ്, നാളെ ഒരു സ്വീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ്കോഴ്സ് ഇവിടുന്ന് ഒരു കോൾ എൻട്രി തന്നെയായിരിക്കും ഞാൻ മാർക്കറ്റിൽ എടുക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിനി ഒരു 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് എന്താണ് മാർക്കറ്റിൽ കാണുന്നത്, ഒരു സ്ട്രോങ് ബൈയിങ്, ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ കാണുന്നത് അല്ലേ. ഓക്കെ, ഈ ഒരു ഏരിയയും കൂടെ മാർക്ക് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു സ്ട്രോങ് ബൈയിങ് തന്നെയാണ് മാർക്കറ്റിൽ നടക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു റേഞ്ച് കാര്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേന് ഇവിടുന്ന് ഒരു റിജക്ഷനും കാര്യങ്ങളുമൊക്കെ പോസിബിലിറ്റി ഉണ്ട് അല്ലേ, ഡൗൺ സൈഡിലോട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നാളത്തേക്ക് വരുന്നത് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഫിൻ നിഫ്റ്റി, ഓക്കെ, ഫിൻ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ ഒരു സ്ട്രോങ് ബൈയിങ്, എല്ലാ ഇൻഡെക്സിലും ഇന്നൊരു സ്ട്രോങ് ബൈയിങ് നടന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പ് മാത്രം ഒരു ഓപ്പണിംഗ് ലെവൽ വന്നതിന് ശേഷം അവിടുന്ന് ഒരു കൺസോളിഡേഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണെന്ത് നമ്മുടെ മാർക്കറ്റിൽ നാളത്തേക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ. അപ്പം ലിക്വിഡിറ്റി ട്രേഡിംഗ് പഠിക്കണം താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എനിക്കൊന്ന് മെസ്സേജ് അയക്കും, ഞാനപ്പോൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസും കാര്യങ്ങളും എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.